السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങൾക്കുപരിയിൽ അവൻ്റെ അർശിന്മേൽ ഉപവിഷ്ടനാണ്. ശക്തമായ മേൽക്കൂരകളാണ് വാനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളെ വിശേഷിപ്പിച്ചത് വബനൈന ഫൗഖകും സബ്അൻ ശിദാദ എന്നാണ്. നിങ്ങൾക്കുമേൽ ശക്തിമത്തായ സപ്ത വാനങ്ങൾ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാ, നിങ്ങളാണോ സൃഷ്ടിപ്പിൽ ഏറ്റവും ശക്തമായത്, അമിസ്സമ അതല്ല ആകാശമാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. വാനം ശക്തിമത്തായി സൃഷ്ടിക്കപ്പെട്ട അതിശക്തമായ മേൽക്കൂരയാണ്. ഇങ്ങനെയുള്ള ഈ വാനങ്ങൾ, അതിൽ ചില വഴികളും അതിൽ കയറുവാനുള്ള ചില മാർഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. അതിനാണ് മആരിജ് എന്ന് പറയുക, കയറുവാനുള്ള വഴികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞു, അല്ലാഹു ദുൽ മആരിജ്, മഅറജുകൾക്കുടയവനാണ് എന്ന്. പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ നാമങ്ങളെ എണ്ണിയപ്പോൾ ചിലർ ഇത് ഒരു നാമമായി എണ്ണി. അപ്പോൾ എന്താണ് ഈ നാമം അർത്ഥമാക്കുന്നത്? അള്ളാഹുവിലേക്ക് ചില വഴികളുണ്ട്, കയറുവാനുള്ള വഴികൾ. ആ വഴികളിലൂടെ അള്ളാഹുവിലേക്ക് മലക്കുകൾ കയറും, കർമ്മങ്ങൾ കയറും, പ്രാർത്ഥനകൾ ഉയരും. ഇത് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ മആരിജിൻ്റെ തുടക്കത്തിൽ സഅല സായിലും ബിഅദാബിൻ വാഖിഅ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ മിനല്ലാഹി ദിൽ മആരിജ്. ഇവിടെയാണ് അല്ലാഹുവിൻ്റെ ആ ഒരു പേര് നമ്മൾ വായിക്കുന്നത്, മിനല്ലാഹ് ദിൽ മആരിജ്, മഅറജുകൾക്കുടയവനായ അള്ളാഹുവിൽ നിന്ന് എന്ന്. അവിടെ സഅല സായിലുൻ, ഒരാൾ ചോദിച്ചു, അഭ്യർത്ഥിച്ചു. എന്താ ചോദിച്ചത്? ബിഅദാബിൻ വാഖിഅ, ഭവിക്കാനുള്ള ഒരു ശിക്ഷ. ആർക്ക്? ലിൽ കാഫിരീൻ, അവിശ്വാസികൾക്ക്. എവിടെ നിന്ന്? മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്. എങ്ങനെയുള്ള അല്ലാഹു ദിൽ മആരിജ്, മഅറജുകൾക്കുടയവനായ. ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം, മക്കയിലെ അവിശ്വാസികൾ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവർക്ക് നൽകപ്പെട്ടപ്പോൾ അവർ മുന്നറിയിപ്പ് നൽകപ്പെടുന്ന ശിക്ഷ എന്ന വേഗം വന്നോട്ടെ എന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. അൻ-നദ്ർ ബിനുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു ദുഷ്ടനുണ്ടായിരുന്നു.
മഹാദുഷ്ടായിരുന്നു അയാൾ. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുമ്പോഴെല്ലാം, ആ വിഷയത്തിൽ ആയത്ത് ഓതുമ്പോഴെല്ലാം, എന്നാൽ ആ ശിക്ഷ വേഗം വരാൻ വേണ്ടിയിട്ട് അയാൾ തിരക്ക് കൂട്ടുമായിരുന്നു എന്നാണ്. സൂറത്ത് അൻഫാലിൽ അള്ളാഹു പറയുന്നുണ്ട്, വഇദ് ഖാലുല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ അവ ഇഅ്തിനാ ബിഅദാബിൻ അലീം. അവർ പറഞ്ഞ സന്ദർഭം, ആര് പറഞ്ഞ സന്ദർഭം? ഈ നദർ ബിൻ അൽ ഹാരിസ് ബിൻ കലദയും ബഹുദൈവ വിശ്വാസികളും എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക്, അല്ലാഹുവേ വിശുദ്ധ ഖുർആൻ നിന്നിൽ നിന്നുള്ള സത്യമാണ് എങ്കിൽ ഫഅൻസിൽ അലൈനാ ഹിജാറതൻ മിനസ് സമാ, ആകാശത്തിൽ നിന്ന് നീ ഞങ്ങളുടെ മേൽ ഒരു കല്ലിൻ്റെ മഴ പെയ്യിക്ക്. അള്ളാഹിൻ്റെ ശിക്ഷ എരന്നു വാങ്ങുകയാണ്. കല്ലിൻ്റെ മഴ ഞങ്ങളുടെ മേൽ പെയ്യിക്ക്. അവി ഇഅ്തിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ നോവേറ്റുന്ന ഒരു ശിക്ഷ നീ ഞങ്ങൾക്ക് കൊണ്ടുവാ എന്ന് ബഹുദൈവ വിശ്വാസികൾ, വിശിഷ്യ ഈ അന്നദർ ബിൻ അൽ ഹാരിസൊക്കെ പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി. അതൊന്നും ഉണ്ടാകില്ല എന്ന ലാഘവത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ ആയത്ത് പറയുന്നത്. സഅല സായിലും ബിഅദാബിൻ വാഖിഅ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ മിനല്ലാഹ് ദിൽ മആരിജ്. ശിക്ഷ കൊണ്ടുവാ എന്ന് പറഞ്ഞ് യാചിച്ച് എരന്ന് നടന്ന ഈ അന്നദർ ബിൻ അൽ ഹാരിസ് ആ ശിക്ഷ നല്ലോണം നേടിയിട്ടാണ് മരിച്ചത്. എങ്ങനെ ശിക്ഷ നല്ലോണം നേടി മരിക്കുക? അറബിയിൽ പറയും അൽ ഖത്ലു സബ്രൻ. എന്താ അൽ ഖത്ലു സബ്രൻ എന്ന് പറഞ്ഞാൽ? മരണം ഉറപ്പായിട്ട് മുന്നിൽ കാണുക, എന്നിട്ട് ആ മരണത്തിലേക്ക് ഒരു മനുഷ്യൻ വലിച്ചിഴക്കപ്പെടുക. ഇഞ്ചിഞ്ചായി മരിക്കാറിയില്ലേ? ആ നിരയിലുള്ള മരണം അത് വിശ്വാസികൾക്കും ചിലപ്പോൾ അവിശ്വാസികളുടെ പക്ഷത്തു നിന്നുണ്ടാകും. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ ക്രൂശിച്ചു കൊല്ലാൻ ബഹുദൈവ വിശ്വാസികൾ തീരുമാനിച്ചപ്പോൾ കൊല്ലുന്നുറപ്പാ. അപ്പോൾ അദ്ദേഹം 2 റക്അത്ത് നമസ്കരിക്കാൻ അനുവാദം ചോദിച്ചില്ലേ? മരണം വിളിപാടകലെ അതിലേക്കുള്ള അവസരം എടുക്കുകയാണ്. അപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അപ്പോഴൊക്കെയും ഭീതിജനകമായിട്ട് മരണം മുന്നിലുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ക്രൂശീകരിക്കപ്പെടുകയും കൊല്ലപ്പെടുകയാണ്. അതാണ് അറബി ഭാഷയിൽ അൽ മൗത്തു സബ്രൻ എന്ന് പറഞ്ഞാൽ. അതേപോലെ ഈ ഇവൻ്റെ മരണം ഉണ്ടായി, നദർ ബിൻ അൽ ഹാരിസിൻ്റെ. ബദർ യുദ്ധത്തിൽ യുദ്ധബന്ദിയായി പിടിക്കപ്പെട്ടു. യുദ്ധബന്ദികളോടൊക്കെ മാന്യമായി പെരുമാറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 70 യുദ്ധബന്ദികളുണ്ടായിരുന്നു ബദറിൽ. എല്ലാവരോടും പെരുമാറ്റം മാന്യമാക്കാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിജയശ്രീലാളിതരായി മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് മടങ്ങുമ്പോൾ ബഹുദൈവ വിശ്വാസികളായി പിടിക്കപ്പെട്ട യുദ്ധബന്ദികളോട് മാന്യമായി പെരുമാറണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാരണത്താൽ മുസ്ലിമീങ്ങൾ കാൽനടയായി മദീനയിലേക്ക്, ബന്ദികൾ അവരുടെ ഒട്ടകപ്പുറത്ത് വഹിക്കപ്പെട്ടു. അവർ നടന്നില്ല. മുസ്ലിമീങ്ങൾ നടന്നു, ബന്ദികളോ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു. മുസ്ലിമീങ്ങൾ ഉണക്കക്കാരൊക്കെ അതുകൊണ്ട് പശി അടക്കി. അവരുടെ കയ്യിൽ റൊട്ടി ഉണ്ടായിരുന്നു. ആ റൊട്ടി ബന്ദികൾക്ക് നൽകി. പട്ടിണിയിൽ ബന്ധിച്ചവർ, വയറു നിറഞ്ഞ് ബന്ധിക്കപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധബന്ദികൾ മദീനയിലെത്തി. നാളുകൾ പിന്നിട്ടില്ല, അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ച്. അതാണ് ചരിത്രം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ആളെ കൊല്ലാൻ പറഞ്ഞു. 2 പേർ വധിക്കപ്പെട്ടു. ഒന്ന് ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്തും, മറ്റൊന്ന് ഈ അന്നദർ ബിൻ അൽ ഹാരിസും. അതിൽ അന്നദർ ബിൻ ഹാരിസിനെ മരണത്തിലേക്ക് വലിച്ചിയച്ചാണ് അലി വധിക്കുകയുണ്ടായതെന്ന് ചരിത്രത്തിൽ കാണാം. കാരണം അത്ര ദുഷ്ടമായ നാക്കായിരുന്നു അവൻ്റേത്. മറ്റു ഖുറൈശികളെ പോലെ ആയിരുന്നില്ല, അവരെതിരാളികളായിരുന്നു. പക്ഷേ ഇവൻ പേർഷ്യയിലേക്കും മറ്റും യാത്ര പോകും. എവിടെ നിന്ന് പേർഷ്യക്കാരുടെ കഥകളും മറ്റൊക്കെ കേട്ട് വന്ന് അത് മക്കയിൽ എന്ത് ചെയ്യും? പ്രസംഗിക്കും. എന്നിട്ട് മുഹമ്മദിന്
ജ്ഞാനം നൽകപ്പെട്ടു എന്ന് മുഹമ്മദ് പറയുന്നു, വഹി നൽകപ്പെടുന്നു എന്ന് പറയുന്നു, എന്നാൽ എനിക്കും അതേപോലെ വിവരമുണ്ട് എന്നെന്ത് ചെയ്യും? ഈ കഥകളൊക്കെ അവിടെ വിളമ്പിയിട്ട് ഇവൻ വിശുദ്ധ ഖുർആനെതിരിൽ, പ്രബോധനത്തിനെതിരിൽ, പ്രവാചകത്വത്തിനെതിരിൽ ശബ്ദിക്കുന്ന ഒരു ദുഷ്ടനായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അവന് വേറെയും ചില ദുഷ്ട ചെയ്തികൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊല്ലപ്പെട്ടു. അല്ലേ? അവൻ്റെ ദുഷ്ട ചെയ്തിയിലൊന്നാണ് എന്ത്? ശിക്ഷ കൊണ്ടുവാ എന്ന് എരന്ന് നടക്കുക. അതുകൊണ്ട് തന്നെ അവൻ ചോദിച്ച ശിക്ഷ അതവന് വയറ് നിറയെ കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? കൊലയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത് എന്നുള്ളത് നമുക്ക് ആ ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. അൽമൗത്ത് സബ്രൻ എന്ന് പറഞ്ഞെങ്കിൽ അതൊരു പ്രയാസകരമായ അവസ്ഥയാണ്. മരണം മുന്നിൽ കാണുക, എന്നിട്ട് ആ മരണത്തിലേക്ക് ഒരാൾ ജീവനോടെ, ബോധത്തോടെ, സ്വബോധത്തിൽ നയിക്കപ്പെടുക എന്നുള്ളത്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത്, ഉമറിൻ്റെ അല്ല, മുആവിയ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഒരു വ്യക്തിനെ കുറച്ച് ആളുകൾ പിടികൂടി മുആവിയൻ്റെ അടുക്കൽ കൊണ്ടുവന്ന്. എന്നിട്ട് മുആവിയനോട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളെ പിതാവിനെ കൊന്ന കൊലയാളിയാണ് ഇത്. ഇയാളൊരു കൊലക്കുറ്റം ചെയ്ത വ്യക്തിയാണ്, ഞങ്ങളെ പിതാവിനെ ഇയാൾ കൊന്നിരിക്കുന്നു. അപ്പോൾ മുആവിയ റളിയല്ലാഹു അയാളോട് ചോദിച്ച്, നിങ്ങൾ ഇവരുടെ പിതാവിനെ കൊന്നു എന്ന് ഇവർ പറയുന്നത് ശരിയാണോ? അപ്പോൾ അയാൾ എഗ്രി ചെയ്യാണ്, ഞാൻ അവരുടെ വാപ്പാനെ കൊന്നിട്ടുണ്ട്, ഞാനാണ് കൊലയാളി. മുആവിയ പറഞ്ഞു, നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ പ്രതിക്രിയക്ക് നിന്നേ മതിയാകും. പ്രതിക്രിയ നടത്തേണ്ട അവകാശം ആർക്കാണ്? ആ വധിക്കപ്പെട്ട പിതാവിൻ്റെ മക്കൾക്കാണ്. മുആവിയ റളിയല്ലാഹു തആല നിങ്ങൾ ഇവരുടെ പിതാവിനെ കൊന്നോ, എങ്ങനെയാണ് കൊന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ വ്യക്തി, അയാൾ കൊല്ലപ്പെടുന്ന അയാൾക്കറിയാം, അതിനാണ് മക്കൾ പിടിച്ചുകൊണ്ടത്. ഈ വ്യക്തി കൊലയാളി ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഗദ്യമായിട്ടാണോ വേണ്ടത്, പദ്യമായിട്ടാണോ വേണ്ടതെന്നാണ്. ഞാൻ കവിതയിൽ പ്രതികരിക്കണോ, അതല്ല ഗദ്യമായിട്ട് പ്രതികരിക്കണോ? പദ്യമാണോ വേണ്ടത്, ഗദ്യമാണോ വേണ്ടത്? അപ്പോൾ മുആവിയ കൽബുദ്, എങ്ങനെ ഒരു മനുഷ്യനാണ് ഈ സമയമൊക്കെ? പിന്നെ കവിത പറയണമെങ്കിൽ എന്ത് വേണം? ഭാവന ഉണരണം, അത് ഭാവന വിജൃംഭിതാകണം. മരണം മുന്നിൽ കാണുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ഭാവന ഉദിക്കണത്? മുആവിയ കൽബുദ്, മുആവിയ പറഞ്ഞ കവിതയിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ കവിതയിൽ അയാൾ എന്ത് ചെയ്യാണ്? ഞാൻ ഇന്ന രീതിയിലാണ് കൊന്നത് എന്നുള്ളത് അവിടെ വെച്ചിട്ട് പറയാണ്. അപ്പോൾ നിങ്ങൾ എഗ്രി ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ വധിക്കപ്പെടും, കാരണം അവർ നിങ്ങളെ വധിക്കണം എന്നാണ് പറയുന്നത് മക്കൾ. അപ്പോൾ അയാൾ പറഞ്ഞു, വധിക്കപ്പെട്ടോട്ടെ, ഞാൻ കുറ്റക്കാരനാണ്. അപ്പോൾ അയാൾക്ക് വിലങ്ങിടാൻ പറഞ്ഞ് അയാളെ വധിക്കാൻ. അപ്പോൾ അയാൾ പറയണത്, എന്തിനു വിലങ്ങിടണം? ഞാൻ അവരുടെ വാപ്പാനെ കൊന്നപ്പോൾ ഞാൻ വിലങ്ങിട്ടിട്ടല്ല കൊന്നത്, അതുകൊണ്ട് എന്നെയും വിലങ്ങിടേണ്ട കാര്യമല്ല, അവർ കൊന്നോട്ടെ. എന്നിട്ട് ആ മക്കൾ ഇയാളെ കൊല്ലാൻ നിന്നപ്പോൾ അയാൾ പറയാണ്, നിങ്ങളെ വാപ്പാനെ കൊന്നപ്പോൾ എനിക്കൊരിക്കലും ദാക്ഷിണ്യം ഉണ്ടായിട്ടില്ല, ഒരു ആർദ്രത ഉണ്ടായിട്ടില്ല, ഞാൻ രൂക്ഷമായിട്ടാണ് കൊന്നത്, അതുകൊണ്ട് നിങ്ങളും എന്നെ ആ രീതിയിൽ തന്നെയാണ് വധിക്കേണ്ടത്, നല്ല ഊക്കോട് കൂടി എന്ന് പറയണം. അങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ്. അതേപടി രണ്ട് കവിത ഉണ്ട്. അദൽ അർഷി ഇന്നി ആയിദും ബിക മുഅ്മിനുൻ മുഖിറും ബിസല്ലാത്തി ഇലൈക ഫഖീറു. എന്താ? അദൽ അർഷ്, അർഷിനുടെ, അയാൾ കൊല്ലാൻ വേണ്ടിയിട്ട് പോവാണ്, കൊല്ലപ്പെടാൻ പോവാണ് അയാൾ. പക്ഷെ ആ സമയവും അയാൾ രണ്ട് വരി കവിത എഴുതിയിട്ടാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്. എന്താ കവിത? അദൽ അർഷ്, അർഷുടയവനായ അള്ളാഹുവേ, ഇന്നി ആയിദും ബിക്, ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. ഏതിൽ നിന്ന്? എൻ്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന്. മുഅ്മിനു, ഞാനൊരു വിശ്വാസിയാണ്. മുഖിറും ബി സല്ലാത്തി, ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങൾ നിനക്ക് മുമ്പിൽ സമ്മതിക്കുകയും അംഗീകരിക്കുകയുമാണ്. ഇലൈക ഫഖീറു, ഞാൻ നിന്നിലേക്ക് ആശ്രിതനും ആവശ്യമുള്ളവനുമാണ്. അവിടെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരണത്തിന് കീഴടങ്ങുന്നത് പ്രാർത്ഥന കവിതയിൽ. ലഅലമു അന്നൽ അംറ അംറുക ഇൻ തദിൻ ഫറബ്ബുൻ വ ഇൻ തർഹം ഫഅൻത ഗഫൂറു. കവിതൻ്റെ ബാക്കി അതാണ്. എനിക്കറിയാം അള്ളാഹുവേ, നിൻ്റെ വിധി അതാണ് നടപ്പിലാകുക.
നീ എന്നെ മരണത്തിന് കീഴ്പ്പെടുത്തുകയാണ് എങ്കിൽ നീ റബ്ബാണ്. വൈൻ തർഹം, നീ കരുണ കാണിക്കുകയാണ് എങ്കിൽ വഅൻത ഗഫൂറു, നീ പാപങ്ങളേറെ പൊറുക്കുന്നവനാണ് എന്ന് അദ്ദേഹം പാടി. ആ രംഗത്തിന് സാക്ഷിയായവർ പറയാണ്, ചരിത്രം രേഖപ്പെടുത്തിയവർ പറയാണ്, ഒരു കൂസലുമില്ലാതെ അല്പം പോലും വിറക്കാതെ ഇരുന്നു കൊടുത്തു എന്നാണ്. മക്കൾ അയാളല്ല ആ പ്രതിക്രിയ തീർക്കുകയും ചെയ്തു എന്നാണ്. ഇതല്ലേ ഞാൻ പറഞ്ഞത് എന്താണ്? അൽ ഖത്ലു സബ്രൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ വധിക്കപ്പെടുന്നതിന് അറബിയിൽ അങ്ങനെ പറയും. ഇവിടെ നമ്മുടെ വിഷയം സൂറത്തുൽ മാരിജിൻ്റെ തുടക്കം ഇറങ്ങാൻ കാരണം അന്നദർ ബിൻ അൽ ഹാരിസ് ബിൻ കലദയെപ്പോലുള്ളവർ അള്ളാഹുവിൻ്റെ ശിക്ഷ ഞങ്ങൾക്ക് വരട്ടെ എന്ന് പറഞ്ഞ് അത് യാചിച്ച് അത് ചോദിച്ച് നടക്കുന്നവരായിരുന്നു. ആ ശിക്ഷ, അവർ ചോദിച്ച ശിക്ഷ, യാചിച്ച ശിക്ഷ അവർക്ക് ലഭിച്ചു. അത് ലഭിച്ചത് ഈ രീതിയിലാണ്. അയാൾ ഇങ്ങനെയാണ് വധിക്കപ്പെടുകയുണ്ടായത്. മരണത്തിലേക്ക് കണ്ട് വലിച്ചിഴച്ച് പിന്നെ മരണത്തിന് കീഴ്പ്പെടുത്തപ്പെടുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഹീനമായ പര്യവസാനം. ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? വിഷയം ദിൽ മാരിജ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ശക്തമായ മേൽക്കൂരയാണ് വാനം. അത് ശക്തമാണ്. സപ്തവാനങ്ങളാണ്, 7 ആകാശങ്ങളാണ്. ഈ ആകാശങ്ങളിൽ വഴികളുണ്ട്. ആ വഴികളിൽ അള്ളാഹുവിലേക്ക് മലക്കുകൾ കയറുന്നു, കർമ്മങ്ങൾ ഉയരുന്നു, പ്രാർത്ഥനകൾ ഉയരുന്നു. അങ്ങനെ മലക്കുകൾക്ക് കയറാനും പ്രാർത്ഥനകൾ ഉയരാനും കർമ്മങ്ങൾ ഉയർത്താനും കയറുവാനുള്ള വഴികളുള്ളവനാണ് അള്ളാഹു എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. അതാണ് ദുൽ മാരിജ്. ഹജ്ജിനുള്ള തൽബിയത്തിൽ നമ്മൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന തൽബിയത്ത് കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തൽബിയത്തിലിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ച് അംഗീകരിച്ച തൽബിയത്തിൻ്റെ ലഫ്ദുകളിൽ കാണാം ലബ്ബൈക ദൽ മആരിജ്, ലബ്ബൈക ലദൽ ഫദാഇൽ അല്ലെങ്കിൽ ഫവാദിൽ. ലബ്ബൈക് അല്ലാഹുവേ നിനക്ക് ഞാനിതാ വീണ്ടും വീണ്ടും ഉത്തരം ചെയ്യുന്നു. ദൽ മആരിജ്, അതാണ് നമ്മുടെ വിഷയം. മാറജുകൾ ഉള്ള അള്ളാഹുവേ, മാറജുകൾക്കുടയവനായ അള്ളാഹുവേ, നിൻ്റെ വിളിക്കുത്തരം നൽകുന്നു എന്നാണ്. അവിടെ തൽബിയത്തിൻ്റെ ലഫ്ദിലൊന്നല്ലേ ഉള്ളത്. അവിടെ എന്താ വിഷയം? വിഷയം ഇതാണ്. അള്ളാഹു വാനങ്ങൾക്കുപരിയിൽ ശക്തമായ മേൽക്കൂരകൾക്ക് ഇടയിൽ വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്, കയറുവാനുള്ള വഴികൾ, മാർഗങ്ങൾ. അതിലൂടെ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയരുന്നു, പ്രാർത്ഥനകൾ ഉയരുന്നു. ചില ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കുകളെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളിൽ മലക്കുകൾ യതഅഖബൂൻ എന്നാണ്. ടീമായിട്ട് വരും. ഒരു ടീം വരും, ആ ടീം പോകും, പിന്നെ അടുത്ത ടീം വരും. ഇങ്ങനെ രാവിലെ പകലിൽ മലക്കുകൾ വരും, രാവിൽ മലക്കുകൾ വരും. മലക്കുകൾ അസർ നമസ്കാര സമയത്തും ഫജ്ർ നമസ്കാര സമയത്തും അന്യോന്യം കണ്ടുമുട്ടും. ആരോഹണം നടത്തുന്നവരും അവരോഹണം നടത്തുന്നവരും രണ്ടുകൂട്ടരും ഈ 2 സലാ ടൈമുകളിൽ കണ്ടുമുട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി. അവിടെ ഫയസ്അദു മലായികത്തുൻ നഹാർ, പകലിലെ മലക്കുകൾ അള്ളാഹുവിലേക്ക് കയറുമെന്നാണ്. അള്ളാഹു അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എൻ്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെയാണ് ഭൂമിയിൽ വിട്ടേച്ചത്? അതേപോലെ ഫയസ്അദു മലായികത്തുൽ ലൈൽ, രാവിൻ്റെ മലക്കുകൾ കയറും. അപ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും, എങ്ങനെയാണ് എൻ്റെ ദാസന്മാരെ നിങ്ങൾ ഭൂമിയിൽ വിട്ടേച്ചത്? മലക്കുകളുടെ പ്രതികരണം, തറക്നാഹും വഹും യുസല്ലൂൻ അതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ നിസ്കരിക്കുകയായിരുന്നു, ഞങ്ങൾ അവരോട് വിട ചൊല്ലി മാനം കയറിയപ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു. ഞങ്ങൾ മാനം ഇറങ്ങി അവരുടെ അടുക്കൽ ചെന്ന് അപ്പം നിസ്കരിക്കുകയാണ്. ഞങ്ങൾ അവരെ യാത്ര പറഞ്ഞ് മാനം കയറിയപ്പോഴും അവർ നിസ്കരിക്കുകയാണ്. ഇവിടെ രാവിൻ്റെ മലക്കുകൾ കയറും, അതേപോലെ തന്നെ രാവിൻ്റെ മലക്കുകൾ ഇറങ്ങും. അപ്പോൾ കയറാൻ ഇറങ്ങാൻ
വാനങ്ങളിൽ വഴിയുണ്ട് എന്നുള്ളതാണ്, കർമ്മങ്ങളുമായി കയറുവാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തരുണത്തിൽ ഓതി എന്നാണ് ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ. ഫജ്റിൻ്റെ ഖുർആൻ അത് മഷ്ഹൂദായ ഖുർആനാണെന്ന് പറഞ്ഞു. എന്താ അവിടെ വിഷയം? മഷ്ഹൂദ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കപ്പെടുന്നത് എന്നാണ്. ഫജ്റിൻ്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫജ്ർ നിസ്കാരം, മറ്റൊന്ന് ഫജ്ർ നമസ്കാരത്തിലുള്ള ഖുർആൻ പാരായണം. ഈ നമസ്കാരത്തിനും പാരായണത്തിനും ഒരു സവിശേഷത, രാവിൽ ഉണ്ടായിരുന്ന മലക്കുകൾ അവർ മാനം കയറുന്ന വേളയിൽ അവരും പകലിൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ മാനമിറങ്ങുന്ന മലക്കുകളും ഈ ഖുർആൻ പാരായണത്തിനും നമസ്കാരത്തിനും സാക്ഷികളാകും എന്നുള്ളതാണ്. ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ. എല്ലാ നിസ്കാരങ്ങൾക്കും മലക്കുകൾ സാക്ഷിയാകും, എല്ലാ നമസ്കാരങ്ങൾക്കും മലക്കുകൾ സാക്ഷിയാകും, അസറിനും സാക്ഷിയാകും. പക്ഷേ ഫജ്റിന് പ്രത്യേകം പറഞ്ഞു സാക്ഷിയുണ്ട് എന്ന്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ് ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ. അത് നമസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്, ഫജ്ർ നിസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. അതിന് പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം അതിൻ്റെ ബാങ്കിൽ പറയുന്നത്. ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടി വന്ന്. ബിലാൽ നേരത്തെ വരും, അത് ബിലാലിൻ്റെ പ്രത്യേകത. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഉണർന്നെഴുന്നേറ്റിട്ടില്ല. ബാങ്കിൽ സുബൈ ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയൽ തുടങ്ങിയിട്ടുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുകയാണ് ബിലാൽ വന്നപ്പോൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറയുടെ പിന്നിൽ നിന്ന് ബിലാൽ വിളിച്ചു പറഞ്ഞ അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് സുബഹി ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന്. അത് പിന്നെ സുബഹി ബാങ്കിലാണ് സ്ഥിരപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സുബഹിൻ്റെ ബാങ്കിൽ ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ് എന്നിവയ്ക്ക് ശേഷം എന്ത് പറയണം? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയണം. അത് ബിലാലിൻ്റെ ആ ഒരു പ്രയോഗം അത് ബാങ്കിൽ സ്ഥിരപ്പെടുത്തേണ്ടായി. എന്താ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് സുബഹി ബാങ്ക് പറയുമ്പോൾ അതിൻ്റെ ഒരു മാന, ഉറക്കിനേക്കാൾ ഉത്തമം നമസ്കാരം എന്നാണല്ലോ അതിൻ്റെ മാന. ഉറക്കിനേക്കാൾ ശ്രേഷ്ഠം നമസ്കാരം. ഏത് നിസ്കാരം? സുബഹി നിസ്കാരം. എന്തുകൊണ്ട്? ഉറക്കത്തിലേക്ക് ക്ഷണിക്കുന്നത് ആരാണ്? നമ്മളുടെ മനസ്സാണ്, നമ്മളുടെ ഇച്ഛയാണ്. നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിലേക്കുള്ള ക്ഷണം അത് ഗംഭീരാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ഗൗരവതരാണ് കൂടുതൽ. അതുകൊണ്ട് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഉത്തമം നമസ്കാരമാണ്. ഉറക്കം മുസ്ലിമിനും ഉണ്ട്, മുസ്ലിം അല്ലാത്തവനും ഉണ്ട്. നിസ്കാരം അത് മുസ്ലിമിനേ ഉള്ളൂ. ഫജ്ർ നിസ്കാരം ആർക്കുള്ളത്? മുസ്ലിമിന്. ഫജ്ർ ആർക്കില്ല? അവിശ്വാസിക്കൂല്ല, മുനാഫിക്കിനുമില്ല, കപട വിശ്വാസിക്കൂല്ല. എന്നാൽ ഉറക്കോ എല്ലാവരും നിദ്രയിലാണ്, ഒരു പ്രശ്നമല്ല. ടെൻഷനൊന്നും ഇല്ല എങ്കിൽ അടിച്ചു പൊളിച്ച് ഉറങ്ങും. ടെൻഷൻ ഉണ്ടെങ്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞും നേരം വെളുപ്പിക്കുക മനസ്സിലല്ലേ? അപ്പോൾ വിശ്വാസിക്കും അവിശ്വാസിക്കും കപടനും ഒരുപോലെ ഉറക്കുണ്ട്. എന്നാൽ നിസ്കാരം അത് മുഅ്മിന് മാത്രമേ ഉള്ളൂ. അത് കൃത്യമായി നേരം തെറ്റാതെ ഭക്തിയിൽ ജമാഅത്തിൽ സത്യവിശ്വാസിയാണ് കൃത്യമായിട്ട് നിസ്കരിക്കുക. അതുകൊണ്ടാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഉത്തമം നിസ്കാരം എന്ന് പറഞ്ഞത്. കാരണം അത് വിശ്വാസിയെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അലാമത്ത്, അടയാളാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് സുബഹി ബാങ്കിൽ പറയാൻ പറഞ്ഞു. അതെന്തിന്, എന്തുകൊണ്ട്, എപ്പോൾ ഏതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് സുബഹി നിസ്കാരത്തിൻ്റെ പ്രത്യേകത. മൻ സല്ലൽ ഫജ്ർ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ഫജ്ർ നമസ്കരിക്കുന്നവൻ അള്ളാഹുവിൻ്റെ കാവലിലാണ് എന്ന ഹദീസുണ്ട്. ചില റിപ്പോർട്ടുകളിൽ മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൽ ഫജ്ർ നിസ്കരിക്കുന്നവൻ അള്ളാഹുവിൻ്റെ കാവലിലാണ് എന്നുണ്ട്. അത് ഫജ്ർ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുന്നതിനുള്ള മഹത്വം.
ഫജറിൻ്റെ 2 റക്അത്ത് നിസ്കാരം, ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറു മിനദ് ദുനിയ വമാ ഫിഹാ, ഈ ദുനിയാവിനേക്കാൾ അതിലുള്ളതിനേക്കാൾ ശ്രേഷ്ഠമാണത് എന്ന് പറഞ്ഞു. അത് ഫജറിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. ഫജർ നിസ്കാരത്തിലെ ഖുർആൻ പാരായണം, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ, ഫജറിൽ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ അതിന് രാവിൻ്റെ മലക്കുകൾ സാക്ഷിയാണ്, പകലിൻ്റെ മലക്കുകളും സാക്ഷിയാണ്. അപ്പോൾ ഫജർ എല്ലാം കൊണ്ടും ധന്യം, എല്ലാം കൊണ്ടും അനുഗ്രഹീതം എന്നൊരു വായനക്ക് ഇവിടെ അവസരമുണ്ട്. നമ്മളുടെ വിഷയം അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നത് മനസ്സിലാക്കലാണ്. മലക്കുകൾ അള്ളാഹുവിലേക്ക് മാനം കയറും നമ്മളുടെ അമലുകൾ കൊണ്ട്, നമുക്ക് സാക്ഷികളായിക്കൊണ്ട്. അങ്ങനെ മലക്കുകൾക്ക് മാനം കയറാൻ ശക്തമായ ഈ മേൽക്കൂരയിൽ അള്ളാഹു വഴി നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് മഅറജ്, അതിൻ്റെ ബഹുവചനമാണ് മആരിജ്. അതിലേക്ക് ചേർത്താണ് ദുൽ മആരിജ്, അള്ളാഹു മഅറജുകൾ ഉടയവൻ, കയറുവാനുള്ള വഴികൾ ഉള്ളവൻ എന്ന് പറയപ്പെടുന്നത്. മലക്കുകൾ സാക്ഷികളായി അമലുകൾ ഉയർത്തുന്നവരായിട്ട് മാനം കയറും എന്ന് പറയുന്നത് പോലെ തന്നെ മലക്കുകൾ മാനം കയറുന്ന മറ്റൊരു വിഷയമുണ്ട്. ഇമാം അബൂ സുലൈമാൻ അൽ ഖത്താബിയും അതേപോലെ തന്നെ അൽ ഹുലൈമിയും ദുൽ മആരിജ് എന്ന അള്ളാഹുവിൻ്റെ പേരിന് അർത്ഥം പറഞ്ഞപ്പോൾ, മലക്കുകൾ അള്ളാഹുവിലേക്ക് അമലുകൾ കൊണ്ട് കയറും എന്ന് പറഞ്ഞപ്പോൾ അനുബന്ധമായിട്ടൊരർത്ഥം കൂടി പറഞ്ഞ്, മലക്കുകൾ അള്ളാഹുവിലേക്ക് അർവാഹ് കൊണ്ട്, റൂഹുകൾ കൊണ്ട് കയറുമെന്ന്, റൂഹുകൾ കൊണ്ട് കയറുമെന്ന്. അത് നമ്മളൊരു പ്രത്യേകം വായിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എങ്ങനെയാണ് മലക്കുകൾ റൂഹുകൾ കൊണ്ട് മാനം കയറുന്നത്? ആത്മാവ് കൊണ്ട് മലക്കുകൾ കയറും, ആ കയറാനുള്ള വഴിയുണ്ട്. അതെങ്ങനെ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ എങ്ങനെയാണ് ആത്മാവ് കൊണ്ട് മലക്കുകൾ മാനം കയറുന്നത് എന്നത് ാണ്. സത്യവിശ്വാസി മരിച്ചാൽ അവൻ്റെ റൂഹ് കൊണ്ട് മാനം കയറും. അവിശ്വാസിയുടെ ആത്മാവ് കൊണ്ടും മലക്കുകൾ കയറും, പക്ഷേ മാനം കയറാൻ അവസരമല്ല. അതെങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വരികൾ നമുക്ക് മനസ്സിലാക്കാം. എന്തിനു വേണ്ടി? നമ്മളുടെ ആത്മാവും മലക്കുകളെ ഏറ്റുവാങ്ങാനുള്ള ഒരു നാളെ വരാനുണ്ട്. നമുക്കൊരു ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്, മരണ തീയതി. ആ മരണ തീയതി നമുക്ക് കുറിക്കപ്പെടുന്ന നാൾ നമ്മളുടെ റൂഹിനെ മലക്കുകൾ വാങ്ങും. എന്നിട്ട് മലക്കുകൾ അതുകൊണ്ട് എങ്ങനെയാണ് പ്രയാണം കുറിക്കുക എന്നുള്ളത് ഈ വരികൾ കേൾക്കുമ്പോൾ നമുക്ക് ആലോചിക്കാനാണ് ഞാനിത് വായിക്കുന്നത്. അള്ളാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കട്ടെ. വിശ്വാസിയെ മലക്ക് സമീപിക്കുന്നത് മരണവേളയിൽ വിശ്വാസിയോട് സന്തോഷവാർത്ത നൽകി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് വിളിച്ച് സ്വർഗം കൊണ്ട് സുവിശേഷം പറഞ്ഞ് ആദരപൂർവ്വമാണ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വസ്ത്രം സുഗന്ധപൂരിതമായത്, അതിലേക്കാണ് വിശ്വാസിയുടെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് ഏറ്റുവാങ്ങുക എന്നൊക്കെ ഹദീസിൽ കാണാം. ഇവിടെ നമ്മളുടേത് മാനം കയറുന്ന മലക്കുകൾ എങ്ങനെ ആത്മാവ് കൊണ്ട് മാനം കയറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഭാഗം മാത്രം ഞാൻ വായിച്ച അർത്ഥം പറയുന്നത്. ഫയഖുദുഹ മലക്കുൽ മൗത്ത്, വിശ്വാസിയുടെ മേത്ത് നിന്ന്, മേനിയിൽ നിന്ന് പുറത്തു വരുന്ന ആത്മാവിനെ മലക്കുൽ മൗത്ത് സ്വീകരിക്കും. അതെങ്ങനെ? വയഖ്റുജു മിൻഹാ കഅതിയബി റീഹിൻ മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർദ്, ഭൂമിക്കുപരിയിൽ ആസ്വദിക്കപ്പെട്ട ഏറ്റവും സുഗന്ധപൂർണമായ കസ്തൂരിയുടെ പരിമളത്തിലായിരിക്കും ആത്മാവ് പുറത്തു വരിക. ഫൈദ അഖദഹ, ഈ ആത്മാവിനെ മലക്കുൽ മൗത്ത് സ്വീകരിച്ചാൽ ലം യദഊഹ ഫീ യദിഹി തർഫത ഐനിൻ ഹത്താ യഖുദൂഹ, മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ ആത്മാവ് ഇരിക്കില്ല ഒരു കണ്ണിമ വെട്ടണ നേരം പോലും. പിന്നെയോ മലക്കുൽ മൗത്തിനെ അനുഗമിക്കുന്ന മലക്കുകളുണ്ട്, അവരെന്ത് ചെയ്യും? ആ ആത്മാവിനെ മലക്കുൽ മൗത്തിൽ നിന്ന് ഏറ്റുവാങ്ങും. സ്വർഗത്തിൽ നിന്ന് കഫൻ കൊണ്ടുവരും, സുഗന്ധവും കൊണ്ടുവരും. അതിൽ ഈ ആത്മാവിനെ അവർ ആക്കിയതിന് ശേഷം മലക്കുകൾ അതുകൊണ്ട് മാനം കയറും എന്നുള്ളതാണ്. എന്നിട്ട് ഹദീസിൽ കാണാം, ഹത്ത യൻതഹു ബിഹാ ഇലാ ബാബി സമാഇ ദുനിയ,
ഏറ്റവും അടുത്ത ആകാശത്തിൻ്റെ കവാടത്തിലേക്ക് മലക്കുകൾ ഈ ആത്മാവുമായി ചെന്നെത്തും. ഫയസ്തഫ്തിഹൂന ലഹു, ഈ ആത്മാവിന് വേണ്ടിയിട്ട് വാനകവാടം തുറക്കാൻ മലക്കുകൾ ആവശ്യപ്പെടും. ഫയുഫ്തഹു ലഹും, ഈ ആത്മാവിന് വേണ്ടിയിട്ട് വാനകവാടം തുറക്കപ്പെടും. ഫയഖൂലു അഹ്ലുസ്സമ, അപ്പോൾ വാനവാസികൾ അവർ ചോദിക്കും, മാ അത്യബ ഹാദിഹി റീഹ്, ഈ വാസന എത്ര സുഗന്ധപൂരിതം. റൂഹൻ ത്വയ്യിബ, നല്ല ആത്മാവ്. ജാഅത്കും മിനൽ അർദ്, ഭൂമിയിൽ നിന്നിതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. മൻ ഹാദ, ആരാണ് ഇയാൾ? ഫയഖൂലൂൻ, അപ്പോൾ പറയപ്പെടും, ഫുലാൻ ഇബ്നു ഫുലാൻ ബി അഹ്സനി അസ്മാഇഹി അല്ലദീ കാനു യുസമ്മൂന ബിഹാ ഫിദ്ദുനിയ, ദുനിയാവിൽ ഈ മരിച്ച വ്യക്തിയുടെ പേരുണ്ടല്ലോ, നല്ല പേര്, ഇന്നയാളുടെ മകൻ ഇന്നയാൾ എന്ന് അവിടെ പറയപ്പെടും. അപ്പോൾ വാനത്തിൽ നിന്നുള്ള പ്രതികരണം, മർഹബൻ ബിൻ നഫ്സി ത്വയ്യിബ, നല്ല ആത്മാവിന് സ്വാഗതം. കാനത്ത് ഫിൽ ജസദി ത്വയ്യിബ്, നല്ല ശരീരത്തിലുണ്ടായിരുന്ന നല്ല ആത്മാവിന് സ്വാഗതം. സല്ലല്ലാഹു അലൈഹി, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്നെ പ്രശംസിക്കട്ടെ. വഅലാ ജസദിൻ കുൻതി തഅമുരീനഹു, ഏതൊരു ശരീരത്തിനെയാണോ നീ സജീവമാക്കിയിരുന്നത് ആ ശരീരത്തെയും അള്ളാഹു പ്രശംസിക്കട്ടെ, അള്ളാഹു അതിൽ അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് മലക്കുകളുടെ പ്രാർത്ഥനയാണ്. ഉദ്ഖുലി ഹമീദതൻ, സ്തുത്യർഹമായി വാനകവാടം പ്രവേശിച്ചുകൊള്ളൂ എന്ന് പറയും. വ അബ്ശിരി ബി റൗഹിൻ വ റൈഹാൻ വ റബ്ബിൻ ഗൈരി ഗദ്ബാൻ, സ്വർഗീയ പരിമളങ്ങൾ, റൗഹ്, റൈഹാൻ, അതൊക്കെ നിനക്കുണ്ടെന്ന സന്തോഷം അതറിയിക്കും. വ റബ്ബിൻ ഗൈരി ഗദ്ബാൻ, ദേഷ്യപ്പെടാത്ത കോപിക്കാത്ത ഒരു റബ്ബും നിനക്കുണ്ട് എന്നത് നീ സന്തോഷിക്കൂ എന്ന് പറഞ്ഞാണ് മലക്കുകൾ മാനത്ത് അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് തിരുനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വയുശയ്യിഉഹു മിൻ കുല്ലി സമാഇൻ മുഖർരിബുഹ ഇല സമാഇ ലത്തി തലീഹ, ഓരോ ആകാശത്തിലും അതിലെ മുഖറബീങ്ങളായ മലക്കുകൾ, അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച വിശിഷ്ടരായ മലക്കുകൾ ഈ ആത്മാവിനെ അനുഗമിക്കും. എവിടേക്ക്? അടുത്ത ആകാശത്തിലുള്ളവർ ഈ ആത്മാവിനെ സ്വീകരിക്കുന്നത് വരേക്കും. ഓരോ ആകാശവും അവിടെയുള്ള മുഖറബീങ്ങളായ മലക്കുകൾ ഈ ആത്മാവിനെ അനുഗമിച്ച് അടുത്ത ആകാശത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇവിടെ ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ടോ ഫലാ യസാലു യുഖാലു ലഹാ ദാലിക്, ഈ ആത്മാവിനോട് ഓരോ ആകാശത്തിലും ഇപ്രകാരം പറയപ്പെടും എന്നാണ്. ഹത്താ യുൻതഹാ ബിഹാ ഇല സമാഇ സാബിഅ, എന്നിട്ട് ഈ ആത്മാവിനെയും കൊണ്ട് 7-ാം ആകാശത്തിലേക്കെത്തും. അല്ലത്തി ഫീഹ അല്ലാഹ് അസ്സ വജൽ, അല്ലത്തി ഫീഹ, ആ ആകാശത്തിലാകുന്നു ഉള്ളത് ആര്? അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല. 7 വാനങ്ങൾക്കുപരിയിലാണ് ആര്? മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല. അവിടേക്ക് ഈ ആത്മാവിനെയും കൊണ്ടെത്തും. ഫയുൻതലഖു ബിഹി ഇലാ റബ്ബിഹി, എന്നിട്ട് അവിടുന്ന് റബ്ബിലേക്ക് കൊണ്ടെത്തിക്കും ആത്മാവിനെ. ഫയഖൂലുല്ലാഹ്, അപ്പോൾ അള്ളാഹു പറയും, ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലിയീൻ, എൻ്റെ ഈ ദാസൻ്റെ രേഖ നിങ്ങൾ ഇല്ലിയീനിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് വഅഈദൂഹു ഇലൽ അർദ്, എന്നിട്ട് ഈ ആത്മാവിനെ നിങ്ങൾ ഭൂമിയിലേക്ക് മടക്കുക. ഫഇന്നി മിൻഹാ ഖലഖ്തുഹും, കാരണം മണ്ണിൽ നിന്നാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത്. വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖ്റ, അള്ളാഹിൻ്റെ വാഗ്ദാനമുണ്ട്. ആത്മാക്കളെ മണ്ണിലേക്ക് തന്നെ അള്ളാഹു മടക്കും, അത് വിചാരണക്ക് ഖബറിലേക്ക്, പിന്നെ മണ്ണിൽ നിന്ന് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് ഇല്ലിയീനിൽ രേഖപ്പെടുത്തിയതിന് ശേഷം ഭൂമിയിലേക്ക് മടക്കി കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നതാണ്. ഇവിടെ ഒരു വിശ്വാസിയുടെ ആത്മാവ്, വിശ്വാസി ദുനിയാവിൽ മരിച്ചാൽ ബോഡി ഇവിടെ ബാക്കിയാവും, മൃദുശരീരം. ആത്മാവ് മാനം കയറും. ആരാ മാനം കയറ്റുക? അത് മലക്കുകളാണ്. എങ്ങനെയാണ് മാനം കയറ്റുക? അതാണ് ഇവിടെ പറഞ്ഞത്. സപ്തവാനങ്ങളും അവയുടെ കവാടങ്ങൾ തുറന്ന് ഓരോ മാനത്തിലെയും വിശിഷ്ടരായ മലക്കുകൾ സ്വാഗതമോദി സന്തോഷവാർത്തയെ അറിയിച്ചുള്ള സ്വീകരണം.
ഓരോ കവാടങ്ങളിൽ നിന്നും അടുത്ത കവാടത്തിലേക്കുള്ള യാത്രയയപ്പ് മലക്കുകളുടെ അകമ്പടിയിൽ അള്ളാഹുവിലേക്ക് ആത്മാവിനെ കൊണ്ടെത്തിക്കുന്നത് വരേക്കും മലക്കുകൾ മാനം കയറുന്ന കാഴ്ച, ആ സംഭവം അതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത്. അപ്പം ഇങ്ങനെ അള്ളാഹുവിലേക്ക് ആത്മാക്കൾ കയറും, മലക്കുകൾ അള്ളാഹുവിലേക്ക് ആത്മാക്കളെ എത്തിക്കും എന്ന് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു ഇങ്ങനെ വഴികളുള്ള, കയറുവാനുള്ള വഴികളുള്ള അള്ളാഹുവാണ് എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. വിഷയം പറഞ്ഞപ്പോൾ ഇനി അവിശ്വാസിയുടെ ആത്മാവ് അതെന്ത് എന്നുള്ളതും ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം. അവിശ്വാസി മരിച്ചാൽ ഭൗതിക ശരീരം ഇവിടെ ശേഷിക്കും, ആത്മാവിനെ മലക്കുകൾ പിടിക്കും. അത് രൂക്ഷമായി ഗൗരവതരം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ആത്മാവിനെ പിടിക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്തും പിറകിലും മലക്കുകൾ അടിക്കുമെന്നാണ്. മലക്കുകൾ ദൂരത്ത് നിൽക്കും. എന്നിട്ട് പറയും, അഖ്രിജു അൻഫുസക്കും, ആത്മാക്കളെ പുറത്തെടുക്കൂ എന്ന് അവരോട് പറയും. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, അപമാനത്തിൻ്റെ ശിക്ഷ ഇന്ന് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മാവിനെ വാങ്ങുക എന്നുള്ളതാണ്. ഗൗരവത്തിൽ, വേദനയിൽ മരണം. ആത്മാവിനെ കിട്ടിയാലോ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സുമ്മ യുറജു ബിഹാ, ആത്മാവിനെയും കൊണ്ട് കയറപ്പെടും എന്നാണ്. ഹത്താ യഅ്തൂന ബാബൽ അർദ്, ബാബു സമായിലേക്ക് എത്തൂല, ബാബുൽ അർദിൽ നിൽക്കും, അവിടെ എത്തും. ഫയഖൂലു അഹ്ലുസ്സമാ, വാനവാസികളായ മലക്കുകൾ ചോദിക്കും, മാ അൻതന ഹാദിഹി റീഹ്, എന്താ ഒരു ദുർഗന്ധം, എത്ര രൂക്ഷമായ ദുർഗന്ധം. അപ്പോൾ പ്രതികരണം, റൂഹുൻ ഖബീസ ജാഅത് മിൻ ഖിബലിൽ അർദ്, ഭൂമിയിൽ നിന്ന് വന്ന ഒരു മ്ലേച്ഛ ആത്മാവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ ചോദിക്കും, മൻ ഹാദ, ഇതാരാണ്? ഫയഖൂലൂൻ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന ആളെ മകൻ ഇന്ന ആളാണ്. ബിഅഖ്ബഹി അസ്മാഇഹി അല്ലതി കാനു യുസമ്മൂന ബിഹാ ഫിദ് ദുനിയ, ദുനിയാവിൽ പറഞ്ഞ ഏറ്റവും മോശമായ പേര് അത് പറഞ്ഞിട്ടാണ് ഇന്നാളുടെ മകൻ ഇന്നാളാണെന്ന് പറയുക. അപ്പോൾ വാനത്തിൻ്റെ പ്രതികരണം, ലാ മർഹബൻ ബിൻ നഫ്സിൽ ഖബീസ, ഈ മ്ലേച്ഛാത്മാവിന് യാതൊരു സ്വാഗതവുമില്ല. കാനത്ത് ഫിൻ ജസദിൽ ഖബീസ്, മ്ലേച്ഛമായ ശരീരത്തിൽ വസിച്ചിരുന്ന ആത്മാവിന് ഇവിടെ സ്വാഗതമല്ല. ഇർജിഇ ദമീമതൻ, അപമാനത്തിൽ, മാനക്കേടിൽ മടങ്ങിക്കോ എന്ന് ആത്മാവിനോട് പറയും. ഫഇന്നഹ ലാ തുഫ്തഹു ലഹാ അബ്വാബ് ലക്, ഫഇന്നഹ ലാ തുഫ്തഹു ലകി അബ്വാബുസ് സമാ, വാനകവാടങ്ങൾ നിനക്ക് തുറക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഈ ആത്മാവിനെ അയക്കും, മടക്കി വിടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖയാത്ത്, ആകാശ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല, സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് വരേക്കും അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാവുകയുമില്ല എന്നല്ലേ ആ ആയത്ത് ഓതിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു രംഗത്തെ വിശദീകരിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ആത്മാക്കൾ ദുനിയാവിൽ പിടിക്കപ്പെട്ടാൽ മലക്കുകൾ അതുകൊണ്ട് കയറും. വിശ്വാസിയുടെ ആത്മാക്കളാണ് എങ്കിൽ അനുഗ്രഹീതമായ ഒരു ആരോഹണ യാത്രയാണ്. ആ ആരോഹണ യാത്ര അത് വാന കവാടങ്ങളെ മറികടന്ന് അള്ളാഹുവിലേക്കുള്ള കയറലാണ്. അപ്പം മലക്കുകൾ ആത്മാക്കളുമായിട്ട് കയറും, മലക്കുകൾ കർമ്മങ്ങളുമായിട്ട് കയറും. അങ്ങനെ കയറുവാൻ ഈ സപ്തവാനങ്ങളിൽ വഴികളുണ്ട്. ആ വഴികളുള്ള അള്ളാഹു, അതാണ് ദുൽ മാരിജ് എന്ന പേര് അർത്ഥമാക്കുന്നത്. ഇവിടെ ഈ ഒരു വിഷയം പറയുമ്പോൾ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർദിദൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫഇന്നഹാ തസ്അദു ഇലസ്സമാഇ കഅന്നഹാ ശറാറത്തുൻ, മർദിദൻ്റെ പ്രാർത്ഥന അത് മാനം കയറും എന്നാണ്. ഫൈനഹ തസ്അദു ഇലസമ, മാനം കയറും.
കഅന്നഹ ഷറാറത്ത് എന്നാണ്. ഷറാറത്ത് എന്ന് പറഞ്ഞാൽ തീപ്പൊരി എന്നാണ്. തീപ്പൊരി എത്ര സ്പീഡിലാണ് പറക്കുക, അതേപോലെ മർദിദൻ്റെ ദുആ കയറും എന്നാണ്. അപ്പോൾ പ്രാർത്ഥന അതിന് അള്ളാഹുവിലേക്ക് കയറാനുള്ള വഴിയുണ്ട് ഈ ഉലകത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉത്തഖി ദഅവത്തൽ മദ്ലൂം, മർദിദൻ്റെ പ്രാർത്ഥന സൂക്ഷിച്ചോ, ഫഇന്നഹാ തുഹ്മലു അലൽ ഗമാം, കാർമുകിലുകൾക്ക് മീതെ മർദിദൻ്റെ പ്രാർത്ഥന വഹിക്കപ്പെടും, പിന്നെ അത് മാനാണ്ട് കയറും. ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, ആ പ്രാർത്ഥനക്കും അള്ളാഹ്ക്കും ഇടയിലൊരു മറയല്ല, നേരിട്ട് അർശിനെ മുട്ടുന്ന, നേരിട്ട് അള്ളാഹുവിലേക്ക് എത്തുന്ന ദുആയാണ് മർദിദൻ്റെ ദുആ എന്നാണ്. അത് സൂക്ഷിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തിരുന്നു രക്ഷയ്ക്ക് വേണ്ടി, അഭയത്തിന് വേണ്ടി. ഏതിൽ നിന്ന്? മർദിദൻ്റെ പ്രാർത്ഥനയിൽ നിന്ന്. യാത്ര നിർവഹിക്കുമ്പോഴുള്ള ദുആയുടെ ലഫ്ദുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലദി, വാഹനപ്പുറത്ത് കയറി ഇരുന്നാൽ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് 3 തവണ പറഞ്ഞ് സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന ദുആ നിർവഹിച്ചതിന് ശേഷം പ്രാർത്ഥനകളിൽ കാണാം, അല്ലാഹുമ്മ സ്ഹബ്നാ ബിനുസ്ഹിക് വഖലിബ്നാ ബിദിമ്മത്തിൻ, അള്ളാഹിൻ്റെ സംരക്ഷണത്തിൽ മടക്കാനും അള്ളാഹുവിൻ്റെ കാവൽ യാത്രയിൽ ഉണ്ടാകാനുമുള്ള തേട്ടമാണ്. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ, യാത്രാ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തേടും. വഖാബത്തിൽ മന്ദർ, മോശമായ കാഴ്ചകളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തേടും. വൽ ഹൗർ ബഅദൽ ഖൗർ, നന്മയിലേക്ക് മുന്നിട്ടതിന് ശേഷം മാർഗഭ്രംശിയായി തരം താഴുന്നതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തേടും. പിന്നെ റസൂലുള്ളാഹിൻ്റെ ദുആ കേൾക്കുന്ന ദുആയിൽ കാണാം, വമിൻ ദഅവത്തിൽ മദ്ലൂം, മർദിദൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു. മർദിദൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ നിന്നോട് അള്ളാഹുവെ അഭയം തേടുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്. കാരണം എന്താ മർദിദൻ്റെ ദുആ എന്ന് പറഞ്ഞാൽ? അത് അള്ളാഹു കബൂലാക്കും. അതിന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉത്തരം തരും എന്നുള്ളത്. അത് മർദിദൻ ആരാവട്ടെ, അവിടെ വിശ്വാസി അവിശ്വാസി വ്യത്യാസമല്ല, പാപിയാണോ എന്നുള്ളതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ പാപിയാണ് എങ്കിൽ അതിൻ്റെ ദോഷഫലം അയാൾക്കെതിരിലാണ്. മർദിദനാണോ അവൻ്റെ വിളി കേൾക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രാ സംഘത്തെ നിയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സക്കാത്ത് പിരിക്കാനോ അല്ലെങ്കിൽ ഒരു ഗവർണറെ നിയോഗിക്കുമ്പോഴൊക്കെയും റസൂലുള്ളാഹിൻ്റെ വസിയ്യത്ത് ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മർദിദൻ്റെ പ്രാർത്ഥന സൂക്ഷിച്ചു. ഒരു വഴിയെ പോകുമ്പോൾ ഒരാളെയും ദ്രോഹിക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ്. തിരുനബി പോലും മർദിദൻ്റെ പ്രാർത്ഥനയിൽ അല്ലാഹുവിനോട് രക്ഷ തേടിയിട്ടുണ്ട് എങ്കിൽ വിഷയം എത്രമേൽ ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്, അർവ ബിൻത് ഉവൈസ് എന്ന് പറയുന്ന പെണ്ണ്, അർവ ബിൻത് ഉവൈസ്, മർവാൻ ഇബ്നുൽ ഹക്കം ഭരണം നടത്തിയിരുന്ന കാലത്ത് അമവികളുടെ ഖിലാഫത്തിൽ മർവാൻ്റെ അടുക്കൽ ഒരു കേസ് ആയിട്ട് വന്ന്, അർവ ബിൻത് ഉവൈസ് എന്ന് പറയുന്ന സ്ത്രീ. എന്താ കേസ്? കേസ് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെതിരിലാണ്. സഈദ് ബിൻ സെയ്ദ് എന്താ, അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ വരെ ഇസ്ലാമിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം സ്വർഗത്തിലാണ്, ഇസ്ലാമിന് മുമ്പ് മരണപ്പെട്ടതാണ്, എന്നാലും സ്വർഗത്തിലാണ്. അദ്ദേഹം ഒരു സമുദായമായിട്ട്, ഒരു ഉമ്മത്തായിട്ട് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞിട്ട്. ആ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലിൻ്റെ മകനാണ് സഈദ് ബിൻ സെയ്ദ്. അദ്ദേഹത്തിൻ്റെ പെങ്ങൾ ഫാത്തിമയെയാണ് ഉമർ കല്യാണം കഴിച്ചിരുന്നത്, ഉമർ ബിൻ ഖത്താബ്. ഉമറിൻ്റെ അളിയനാണ് ഈ സഈദ്. ഈ സഈദ് ബിൻ സെയ്ദിനെതിരിലാണ് ഈ അർവ ബിൻത് ഉവൈസ് മർവാൻ്റെ അടുക്കലേക്ക് കേസ് ഏറ്റി വരുന്നത്. എന്താ കേസ്? കേസ് ചെറുതുമല്ല. സഈദ് ബിൻ സെയ്ദ് അവരുടെ മണ്ണ് കവർന്നു, ഭൂമി അന്യായമായിട്ട് എടുത്തു എന്നാണ്. മർവാൻ ഈ കേസേറ്റ് ഈ അർവ വന്നപ്പോൾ സഈദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് മർവാൻ ചോദിച്ചു, നിങ്ങൾ സഈദ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഈ പെണ്ണ് തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. അപ്പോൾ സഈദ് ബിൻ സെയ്ദ് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്ക് കേട്ട ഞാൻ എങ്ങനെ ഒരാളുടെ മണ്ണ് കവരും എടുക്കും? എന്താ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്ക്? മർവാൻ ചോദിച്ചു. മർവാൻ ബിൻ അൽ ഹക്കം എന്ന് പറഞ്ഞാൽ അമവി ഭരണാധികാരികളിൽ മുആവിയയ്ക്ക് ശേഷം യസീദിന് ശേഷം മുആവിയ സാനി, രണ്ടാമതൊരു മുആവിയ ഉണ്ട്. പിന്നെയാണ് ആര് വരുന്നത്? മർവാൻ വരുന്നത്.
അമവി ഖിലാഫത്ത് 2 കുടുംബങ്ങളാണ്. ഒന്ന് സുഫിയാനി കുടുംബം. സുഫിയാനി കുടുംബം എന്ന് പറഞ്ഞാൽ മുആവിയ, യസീദ്, മുആവിയ സാനി. പിന്നെ ഭരണം മർവാനി കുടുംബത്തിന് വന്നു. അതിൽ ആദ്യത്തെ ഭരണാധികാരിയാണ് മർവാൻ ഇബ്നുൽ ഹക്കം. പിന്നെ ഇയാളുടെ മക്കൾ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. ഇങ്ങനെയാണ് തുടർന്നു പോണത്. ഈ മർവാൻ ഇബ്നുൽ ഹക്കം സയ്യിദിനോട് പറഞ്ഞ്, നിങ്ങൾ എടുത്തിട്ടുണ്ടോ, ഇവരുടെ മണ്ണ് അന്യായമായി നിങ്ങൾ എടുത്തിട്ടുണ്ടോ? അപ്പോൾ സയ്യിദ് പറയാണ്, ഞാൻ എങ്ങനെ എടുക്കും? അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? അന്യായമായി ഒരാളുടെ മണ്ണ്, ഭൂമി, ഒരു ഷിബിർ, ഒരു ചാൺ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ 70 ഭൂകഷ്ണങ്ങൾ കൊണ്ട് അന്ത്യനാളിൽ അയാൾക്ക് ഖണ്ഡാഭരണം ചാർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി മണ്ണാണ് എടുത്തിട്ടുള്ളതെങ്കിലും അത് അന്ത്യനാളിൽ 70 ഇരട്ടിയായിട്ട് പേറി പരലോക കോടതിയിലേക്ക് വരേണ്ടി വരും എന്ന് റസൂലുള്ളാഹിന്റെ മുന്നറിയിപ്പുണ്ടായിരിക്കാം. ഞാൻ എങ്ങനെ ഇവളുടെ മണ്ണെടുക്കും? ഭൂമി കവരും. ഇതാണ് സയ്യിദ് റളിയല്ലാഹുവിൻ്റെ പ്രതികരണം. ഇത് കേട്ടപ്പോൾ പിന്നെ മർവാൻ പറഞ്ഞ്, ഇനി ഞാൻ നിങ്ങളോട് ഒരു തെളിവും ചോദിക്കൂല, മതി എന്ന് പറഞ്ഞ്. പക്ഷേ താൻ അന്യായമായിട്ട് മണ്ണ് കവർന്നു, ഭൂമി കട്ടു എന്ന് ഈ സ്ത്രീ പറഞ്ഞപ്പോൾ സയ്യിദ് മർദിതനാണ്. അത് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇൻ കാനത് കാദിബതൻ ഫഅമി ബസറഹ വഖ്തുൽഹാ ഫി അർദിഹാ. അല്ലാഹുവേ, ഈ പെണ്ണ് കളവാണ് പറയുന്നത് എങ്കിൽ അവളുടെ കാഴ്ച നീ കെടുത്തണമേ, ആ മണ്ണിൽ അവളുടെ നാശം വിധിക്കണമേ. ഇതാണ് സയ്യിദ് പ്രാർത്ഥിച്ചത്. അതൊരു മർദിതൻ്റെ പ്രാർത്ഥന ഉണ്ടോ? അത് മാനം കയറും, അർഷിൽ മുട്ടും, അള്ളാഹുവിങ്കലെത്തും, അതിൽ സംശയമൊന്നുമില്ല. എന്താ സംഭവിച്ചത്? കാഴ്ച കെട്ടു ആ സ്ത്രീയുടേത്. അവളുടെ ആ മണ്ണിൽ തന്നെ അവൾ നടക്കുമ്പോൾ ആ മണ്ണിലുള്ള കിണറ്റിൽ അവൾ മുഖം കുത്തി വീണു. ആ കിണർ തന്നെയായിരുന്നു അവളുടെ ഖബർ എന്നും റിപ്പോർട്ടിൽ കാണാം. ഫകാനത്ത് ഖബ്റുഹ എന്നാണ്, അതായിരുന്നു അവളുടെ ഖബർ, ആ വീണ കിണർ. ജില്ലയിൽ എന്ത് വിഷയം? പ്രാർത്ഥനയാണ്. ആരുടെ പ്രാർത്ഥന? മർദിദൻ്റെ പ്രാർത്ഥന. മർദിദൻ ഇവിടെ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹു മർദിച്ചത് അർവ ബിന്ത് ഉവൈസ് എന്ന് പറയുന്ന ഈ പെണ്ണ് മർവാൻ ഇബ്നുൽ ഹക്കമിൻ്റെ കൊട്ടാരത്തിൽ. പറഞ്ഞു വരുന്നത് എന്താ? മർദിദൻ്റെ പ്രാർത്ഥന ഏറെ ഭയക്കേണ്ടതുണ്ട്. നമ്മൾ വാക്കാൽ, പ്രവൃത്തിയാൽ ഒരാൾക്ക് നേരെ ഒരു ദ്രോഹം ചെയ്താൽ, ദ്രോഹം ആരുടെ നേരെ ആകട്ടെ, അത് മുസ്ലിം അമുസ്ലിം വ്യത്യാസമല്ല, അയാൾ അള്ളാഹനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കരുതണം. ഇമാം ദഹബിയുടെ അൽ കബായിർ വായിച്ചപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീക്ക് ഒരു കുടിലുണ്ടായിരുന്നു. കുടിൽ ഒരു കൊട്ടാരത്തിൻ്റെ ഓരത്തായിരുന്നു. രാജാവ് ഒരു ദിവസം കൊട്ടാരം ഇറങ്ങി വെക്കുമ്പോൾ ഈ കുടിൽ തൻ്റെ കൊട്ടാരത്തിനൊരു മാനക്കേടെന്ന പോലെ നിൽക്കുന്നത് കണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇത് നമ്മുടെ കൊട്ടാരത്തിന് മോശമാണ്, അതുകൊണ്ട് ആ കുടിൽ നീക്കാൻ പറഞ്ഞു. ഒരു വയസ്സായ തള്ളൻ്റെ കുടിലാണ്. കിങ്കരന്മാരത് പൊളിക്കാൻ വേണ്ടി ചെന്ന ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു എതിർപ്പുമില്ലാതെ അവർക്ക് പൊളിച്ച് നീക്കാൻ പറ്റി. ഈ സ്ത്രീ വന്നു നോക്കുമ്പോൾ അവർക്ക് ഏറെ ആകെയുള്ളത് അവർ വിധവ, വൃദ്ധ, ആരോരുമില്ലാത്തൊരു പെണ്ണ്, അബല. ആശ്രയം ഇട്ടുണ്ടായിരുന്നത് ഈ കുടില. അത് തുടച്ച് നീക്കപ്പെട്ടിരിക്കുന്നു. ഒരു കൊട്ടാരത്തിൻ്റെ സൗന്ദര്യം അതിന് മാറ്റുകൂട്ടാൻ ആ സ്ത്രീ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു എന്നാണ്. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ, ഞാൻ ഇവിടെ ഗായിബത്തായിരുന്നു, ഉണ്ടായിരുന്നില്ല, പക്ഷേ നീ ഉണ്ടായിരുന്നില്ലേ എന്നാണ് ചോദ്യം. ഐന കുൻത്, അല്ലാഹുവേ നീ എവിടെയായിരുന്നു എന്നതാണ് ചോദ്യം. വേറൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ സ്ഥലത്തില്ലായിരുന്നുവെങ്കിലും അല്ലാഹുവേ നീ എവിടെയായിരുന്നു എന്നതാണ് ചോദ്യം. മനസ്സിലല്ലേ? ദഹബിയുടെ ആ നിവേദനത്തിൽ കാണാം, ആ രാജാവും ആ കൊട്ടാരവും നശിക്കുവാൻ ആ ഒരു വേദനിക്കുന്ന ഹൃദയത്തിൻ്റെ നിരാലംബയായ ആ സ്ത്രീയുടെ ആ ഒരു വേദന മതിയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. മർദിതരെ സൂക്ഷിക്കണം. മർദിതർ ആരായാലും എതിർപ്പില്ലാതെ എല്ലാവർക്കും തോന്നിയത് ചെയ്യാൻ മാത്രം ചിലർ ദുർബലരും നിസ്സഹായരുമായിരിക്കും. പക്ഷേ ആ ദുർബലർ, നിസ്സഹായർ, അവർ അള്ളാഹുവിങ്കൽ പരിഗണനീയരാണ് എങ്കിൽ വിഷയം വളരെ ഗൗരവമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഏതായാലും നമ്മളിവിടെ ഇന്ന് സംസാരിച്ചത് അള്ളാഹുവിൻ്റെ
ദുൽ മആരിജ് എന്ന പേരിനെ കുറിച്ചാണ്. കയറുവാൻ വഴികളുള്ളവൻ, മാറജുകൾക്കുടയവൻ എന്നാണ് ആ പേര് അർത്ഥമാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹനീയനാണ്. അള്ളാഹുവിലേക്ക് മലക്കുകൾ മനുഷ്യരുടെ ആത്മാക്കളുമായിട്ട് കയറും, മനുഷ്യരുടെ കർമ്മങ്ങളുമായിട്ട് കയറും. അതേപോലെ കർമ്മങ്ങളും പ്രാർത്ഥനകളുമൊക്കെ അള്ളാഹുവിലേക്ക് കയറും. ശക്തമായ മേൽക്കൂരയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു ഉലകത്തിൽ വാനങ്ങൾ ശക്തിമത്താണെങ്കിലും അള്ളാഹുവിലേക്ക് അതിലൂടെ കുറേ വഴികളുണ്ട്, കയറുവാനുള്ള വഴികൾ. ആ വിഷയത്തിൽ ചില പാഠങ്ങൾ, വിവരണങ്ങൾ, അതാണ് ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ മഹത്തായ ഫضലിനാൽ നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. ഏറ്റവും നല്ലതിലേക്ക് അള്ളാഹു നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.